ഇഷ്ടത്തോടു കൂടി തുടങ്ങാം കേട്ടോ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി.
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാദാമധായ നഗരഗ്രാമതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മള് വളരെ ഭാഗ്യമുള്ള ദിവസമാണെന്ന് അല്ലേ. നമ്മള് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല അല്ലേ. പൂന്താനം ക്ഷേത്രത്തിലേക്ക്, പൂന്താനത്തിന്റെ ഇല്ലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിന് നേരിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയത്. നമ്മൾ അവിടെ ഡാൻസ് ചെയ്തില്ലേ, ആ സ്ഥലത്താണ്. അപ്പൊ അത്രയും മഹാഭാഗ്യം നമുക്കിപ്പോൾ ഉണ്ടായി. അപ്പൊ നമ്മൾ ആദ്യം പോയത് എവിടെയായിരുന്നു? പൂന്താനത്തിന്റെ കുടുംബക്ഷേത്രത്തിലാണ് പോയത്. പൂന്താനത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണല്ലോ, വിഷ്ണുമൂർത്തിയാണ്. പൂന്താനം നമ്പൂതിരിയാണ് അവിടെ തൊട്ടടുത്തുള്ള ഒരു ഉണ്ണിക്കണ്ണനെ, വെണ്ണക്കണ്ണനെ പ്രതിഷ്ഠിച്ചിട്ടില്ലേ, നമ്മൾ കണ്ടില്ലേ, 2 കൈയിലും വെണ്ണ പിടിച്ചിരിക്കണ, അത് പൂന്താനം നമ്പൂതിരി തന്നെ പ്രതിഷ്ഠിച്ചാണ്. അപ്പൊ ഈ സ്ഥലം ഏതാന്ന് മനസ്സിലായോ? കീഴാറ്റൂര് എന്നുള്ള സ്ഥലമാണ്. പൂന്താനമാണ് ആ ഏരിയയുടെ പേര്. പൂന്താനം ഇല്ലം കീഴാറ്റൂര്, ആ സ്ഥലത്താണ് നമ്മളിപ്പോ വന്നത്. അവിടെ നിന്നാണ് ഇപ്പൊ വന്നത്, ഇല്ലത്തിലേക്ക് വന്നത്. അപ്പോൾ ഏകദേശം 400 വർഷം മുമ്പാണ് അദ്ദേഹം ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചത്. അവിടെ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് പൂന്താനം നമ്പൂതിരിക്ക് പുത്രദുഃഖത്താൽ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മടിയിൽ ഉണ്ണിക്കണ്ണൻ വന്നിരുന്നു. പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ആ സ്ഥലത്താണ് ആ ഉണ്ണിക്കണ്ണനെ, വെണ്ണക്കണ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പൊ നമ്മൾ കണ്ട് ഓർമ്മയില്ലേ, ഒന്ന് വിഷ്ണുവാണ്, അത് കുടുംബക്ഷേത്രമാണ്. തൊട്ടിപ്പുറത്ത് പൂന്താനം നമ്പൂരി തന്നെ പ്രതിഷ്ഠിച്ച വെണ്ണക്കണ്ണൻ 400 വർഷം മുമ്പാണ് ഉണ്ടായത്. ഇനി നമ്മൾ പറയണത് പൂന്താനം നമ്പൂരിയെ കുറിച്ച് ഏകദേശം നന്നായിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ ഇവിടെ ഇരുന്ന് പറയണപ്പോൾ അതൊരു മഹാഭാഗ്യമായതുകൊണ്ട് വീണ്ടും അത് പറയാണ്. അദ്ദേഹം ഭഗവാൻ ഗുരുവായൂരപ്പന്റെ പരമഭക്തനായിരുന്നു അല്ലെ. അദ്ദേഹം ഇവിടെ നിന്നാണ് ഗുരുവായൂർക്ക് എന്നും പോയിരുന്നത്. എത്ര ദൂരമുണ്ട് നോക്കിയൊക്കെ. നമുക്ക് അല്ലേ ഗുരുവായൂർ എല്ലാ പ്രാവശ്യം ഒന്നും പോകാൻ പറ്റാറില്ല, മാസത്തിലൊരിക്കലൊക്കെ പോവുള്ളൂ. അത് ബസ്സിൽ, കാറിലൊക്കെ നമ്മൾ പോണത്. പക്ഷെ അദ്ദേഹം ഇവിടെ നിന്ന് നടന്നിട്ടാണ് എന്നും ഗുരുവായൂർ അമ്പലത്ത് പോയി ദർശനം നടത്തിയിരുന്നത്. അപ്പൊ അദ്ദേഹം ഏകദേശം 1547 ജനിച്ചെന്നാണ് പറയപ്പെടുന്നത് പൂന്താനം നമ്പൂരി. അദ്ദേഹത്തിന്റെ ഇല്ല പേരാണ് ഈ പൂന്താനം എന്ന് പറഞ്ഞത്. പൂന്താനത്തിന്റെ ഒറിജിനൽ പേര് ആർക്കെങ്കിലും അറിയോ? ഇല്ല പേരാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഞാൻ നോക്കിയിട്ടും കിട്ടിയില്ല. ഇവിടെയുള്ള നാരായണ നമ്പൂരി എന്നാ. ഹരേ കൃഷ്ണ. അപ്പൊ അദ്ദേഹം പക്ഷെ ഇല്ല പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് പൂന്താനം എന്നാണ് കൂടുതൽ അറിയാം. അപ്പൊ പൂന്താനം നമ്പൂരി എന്താണ് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സാധാരണ ഭാഷയിൽ, മലയാള ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഒപ്പുണ്ടായിരുന്ന കവികളെല്ലാം സംസ്കൃതത്തിൽ വലിയ പാണ്ഡിത്യമുള്ളവരായിരുന്നു. അദ്ദേഹം സംസ്കൃത ഭാഷയിലാണ് എല്ലാവരും, ഭട്ടതിരിപ്പാടും എല്ലാവരും കൃതികളൊക്കെ രചിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ പൂന്താനം നമ്പൂരി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന മലയാള ഭാഷയിലാണ് രചിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് കൃതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
അതിലൊന്നാണ് നമ്മളിന്ന് ബസ്സിൽ വരുമ്പോൾ കേട്ടിരുന്നത് ജ്ഞാനപ്പാന. ജ്ഞാനപ്പാന അറിയപ്പെടുന്നത് മലയാളത്തിലെ ഭഗവത്ഗീത എന്നാണ്. ഗീതയിലെ എല്ലാ കാര്യവും ഈ ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട് അല്ലേ. എന്താണ് പുണ്യം വരുന്നതും അത് സുഹൃതം ചെയ്തിട്ട് മുകളിൽ പോയിട്ട് അല്ലേ ആ പുണ്യം തീരുമ്പോൾ താഴോട്ട് വരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് മലയാളത്തിലെ ഭഗവത്ഗീതയാണ് ജ്ഞാനപ്പാന. ഇനി രണ്ടാമത്തെ അദ്ദേഹം എഴുതിയ കൃതിയാണ് ശ്രീകൃഷ്ണ കർണാമൃതം. അത് ഭഗവാന്റെ ബാല്യകാല ലീലകളാണ് ഈ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ വർണ്ണിക്കുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയത് സന്താന ഗോപാലം, കേട്ടിട്ടുണ്ടാവും അല്ലെ. അതായത് സന്താന ഗോപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനനും കൃഷ്ണനും കൂടി ഒരു സംഭവം ഉണ്ടായത് ഓർമ്മയുണ്ടാവും. ഒരു ബ്രാഹ്മണന്റെ പുത്രന്മാരെല്ലാം ജനിക്കുമ്പോൾ മരിച്ചു പോവാ, എല്ലാവരും ജനിച്ച ഉടനെ മരിച്ചു പോവാണ്. എന്നിട്ട് ബ്രാഹ്മണൻ അവസാനം ദ്വാരകയിൽ വന്നിട്ട് കൃഷ്ണ ഭഗവാനും എല്ലാവരും യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുക, യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബ്രാഹ്മണൻ ഇരുന്ന് ചീത്ത പറയും ഈ കൃഷ്ണനെ. ഇവിടെ ഭഗവാൻ ഉണ്ടായിട്ട് എന്താ കാര്യം അല്ലേ, എന്റെ മക്കളൊക്കെ മരിച്ചു പോണത്, യഥാർത്ഥ രാജാവല്ല, ഒരു ദുഷ്കൃതിയാണ് ഇവിടെ വന്ന് രാജ്യം ഭരിക്കണമെന്നൊക്കെ കൃഷ്ണ ഭഗവാനെ ചീത്ത പറയും ഈ ബ്രാഹ്മണൻ. അത്രയ്ക്കും വിഷമിച്ചിട്ട് ആളുടെ കുട്ടികളൊക്കെ മരിക്കുമ്പോൾ. അപ്പൊ ഭഗവാൻ ഒന്നും മിണ്ടില്ല, ബാക്കിയുള്ളവരൊന്നും മിണ്ടില്ല. അവിടെ അർജുനനും ഉണ്ടായിരുന്നു. അർജുനന് ഭഗവാനെ പറഞ്ഞിട്ട് സഹിക്കണില്ല, കുറെ നേരമൊക്കെ ക്ഷമിച്ചു. അവസാനം ഭഗവാനെ വേണ്ടാത്തൊക്കെ പറയാൻ തുടങ്ങി ഈ ബ്രാഹ്മണൻ. അവര് തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രാഹ്മണനും ഭഗവാനും, അതാണ് ഇത്ര ധൈര്യത്തിലൊക്കെ പറയണത്. അർജുനന് പക്ഷെ എന്റെ കൂട്ടുകാരൻ എങ്ങനെയൊക്കെ പറഞ്ഞ് സഹിച്ചില്ലേ, ഞാൻ നിങ്ങളുടെ കുട്ടീനെ ശരി കൊണ്ടുവരാന്നുള്ള രീതിയിൽ ഞാൻ ഇനി നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുന്ന ഒരു കുട്ടീനെ ഇനി മരിക്കാൻ ഞാൻ അനുവദിക്കില്ല പറഞ്ഞു. ഇത്രയും മഹാന്മാർ ഇരിക്കുന്ന സമയത്ത് ബലരാമനുണ്ട്, കൃഷ്ണനുണ്ട് അല്ലെ, അത്രയും മഹാന്മാർ ഇരിക്കുമ്പോൾ അർജുനൻ എന്ത് പറഞ്ഞു, നിങ്ങളുടെ കുട്ടിയെ മരിക്കാൻ ഇനി ഞാൻ അനുവദിക്കില്ല എന്ന് വാക്ക് കൊടുത്തു. ഭഗവാനോട് ചോദിച്ചേ ഇല്ല, വേഗം വാക്ക് കൊടുത്തു. നമ്മളൊക്കെ ചെയ്യണ പോലെ നമ്മൾ ഓരോ കാര്യം ചെയ്യും, ഭഗവാനോട് ചോദിക്കില്ല. പ്രശ്നത്തിൽ പെടുമ്പോ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഈ അർജുനപ്പ ചെയ്തേക്കണം അല്ലെ. വാക്ക് കൊടുത്തു പോയി. ഭഗവാൻ അറിയാം എന്തുകൊണ്ടാണ് ഓരോരുത്തർക്കും ഓരോന്നും സംഭവിക്കുന്നത്. അതാണ് പുഞ്ചിരിച്ച് മിണ്ടാതിരിക്കുന്നത് അല്ലെ. പക്ഷെ നമുക്കതറിയില്ല. അപ്പൊ നമ്മൾ എടുത്തു ചാടി ഓരോ തീരുമാനം എടുക്കും. അപ്പൊ അർജുന നേരെ പോയി ബ്രാഹ്മണന് വാക്ക് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ബ്രാഹ്മണന്റെ അടുത്ത കുട്ടി പ്രസവിക്കാൻ പോകണം. അപ്പൊ ഇല്ല മുഴുവൻ പ്രസവിക്കണ മുറിയുടെ മുകളിൽ മുഴുവൻ അസ്ത്രം കൊണ്ട് ഫുള്ള് സെറ്റപ്പ് ചെയ്തു. കുട്ടി കാണാതിരിക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലാതിരിക്കാൻ ഒക്കെ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം പ്രസവിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, കുട്ടിയെ പോലും കാണാനില്ല. അത് മുമ്പ് വരെ പ്രസവിച്ചൊക്കെ കുട്ടിയുടെ ശവശരീരം കാണായിരുന്നു. പക്ഷെ ഈ അർജുനൻ വാക്ക് കൊടുത്തപ്പോ എന്താ വെച്ചാൽ കുട്ടിയെ പോലും കാണില്ല, അപ്രത്യക്ഷമായി. അർജുനൻ ഒരു വാക്കും കൂടെ കൊടുത്തു, എനിക്ക് അഥവാ രക്ഷപ്പെടുത്താൻ സാഹചര്യം ഞാൻ അഗ്നി കൊണ്ടുണ്ടാക്കി ചാടി മരിക്കുന്നത്. ഇനിയിപ്പൊ അർജുനന് മരിക്കണ്ടേ, അർജുനന് അഗ്നി കൊണ്ടൊക്കെ ഉണ്ടാക്കി. ഭയങ്കര സങ്കടമായി. കൃഷ്ണ ഞാൻ മാധവ ഞാൻ മരിക്കാൻ പോവാണ്, എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ അഗ്നി കൊണ്ടുണ്ടാക്കി ചാടാൻ നോക്കണ സമയത്താണ് ഭഗവാൻ വന്ന് അർജുന എന്ന് പറഞ്ഞിട്ട് കൈപിടിച്ചു. എന്നിട്ട് അർജുനും ഭഗവാനും കൂടിയില്ലേ, നമുക്ക് സങ്കടം സഹിക്കാൻ വയ്യാണ്ടാവുമ്പോ കൃഷ്ണ അവിടെ വരും. വന്നിട്ട് അർജുനെ കൈപിടിച്ചിട്ട് രണ്ടുപേരും കൂടി ദാരുകനെ വിളിച്ചിട്ട് രഥത്തിൽ പോവാണ്. എവിടേക്കാ പോണറിയോ, എല്ലാ ലോകങ്ങളിലും പോവും. അവസാനം കാരണോദകശായ വിഷ്ണു അവിടെ എത്തിയിട്ടാണ് ഈ രഥം നിൽക്കണത്. എല്ലാ ഭൗതിക ലോകമൊക്കെ ഭേദിച്ചിട്ടാണ് പോണത് കൃഷ്ണനും അർജുനും കൂടെ. ഒരു മഹാഭക്തന്റെ യോഗം നോക്ക്, എവിടേക്കൊക്കെ പോകാൻ പറ്റിയ കൃഷ്ണന്റെ കൂടെ അല്ലെ. ഈ ഭൂമിയൊക്കെ കടന്ന് വൈകുണ്ഠലോകങ്ങൾ കടന്ന് അല്ലെ, വൈകുണ്ഠലോകങ്ങൾ കടന്നില്ലേ, അതിന്റെ മുകളിൽ കാരണോദകശായ വിഷ്ണുവിന്റെ അവിടം വരെ ഈ അർജുനന് എത്താൻ പറ്റി ഭഗവാന്റെ കാരുണ്യം മൂലം. അവിടെ ചെന്നപ്പോഴാണ് ഭഗവാനാണ് ഈ എല്ലാ കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, കൃഷ്ണനെ അർജുനനെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പണിയായിരുന്നു കാരണോദകശായ വിഷ്ണു. അതാണ് സന്താന ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് തിരുവൈരാണിക്കുളം അമ്പലത്തില് ഉള്ള പ്രതിഷ്ഠ. ഐരാണിക്കുള്ള തൃപ്പൂണിത്തറ പൂർണ്ണത്രേസ്യ അമ്പലത്തിലുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ പ്രതിഷ്ഠയാണ്, സന്താന ഗോപാലം. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു വർണ്ണനയാണ് പൂന്താനം ഈ സന്താന ഗോപാലം എന്നുള്ള കൃതിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഒരുപാട് സ്തോത്രങ്ങൾ, അതായത് നൂറുകണക്കിന് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഈ പൂന്താനം എഴുതിയ നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും പറയാൻ സമയമില്ല, അറിയൂല. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചു വന്നിരിക്കണം. അദ്ദേഹത്തിന് ഈ കൃതികളൊക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രചോദനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രചോദനം മീൻസ് അദ്ദേഹത്തിന് ഉണ്ണികൾ ഉണ്ടായിരുന്നില്ല പൂന്താനം നമ്പൂരിക്ക്. ഒരുപാട് ഗുരുവായൂരപ്പനെ ഭജിച്ചതിന് ശേഷമാണ് ഒരു ഉണ്ണി ഉണ്ടായത്, ഒരു ആൺകുട്ടി ഉണ്ടായത്. അങ്ങനെ ആ കുട്ടിക്ക് 1 വയസ്സാകുമ്പോൾ അന്നപ്രാശം ചോറൂണ് നടത്തുന്ന സമയത്ത് ഉണ്ണീനെ ഉറക്കി കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാ ബന്ധുജനങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്ത്രീകളൊക്കെ അവരുടെ വസ്ത്രവും കാര്യങ്ങളൊക്കെ ഒരു റൂമിൽ കൊണ്ടിട്ടു. ആ റൂമിൽ ഉണ്ണി ഉറങ്ങുണ്ടായിരുന്നു, ഇവരാരും കണ്ടില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞ് ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ട് ഉണ്ണീനെ എടുക്കാനായിട്ട് അമ്മ വന്നപ്പോഴാണ് ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നത്
കാണുന്നത്. അപ്പം ആ വേദനയിൽ പൂന്താനം നമ്പൂരി തൻ്റെ ഉണ്ണി മരിച്ച വേദനയിൽ എഴുതിയതാണ് ഈ ജ്ഞാനപ്പാന. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്ന് പറഞ്ഞിട്ട് ആ പൂന്താനത്തിന് വരും. ആ പൂന്താനം ആ ദുഃഖത്തില് പ്രപഞ്ചത്തിൽ ഉണ്ടാവണ എല്ലാ സുഖ ദുഃഖങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ജ്ഞാനപ്പാന എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അത് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി ഇദ്ദേഹവും മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടും അവർ രണ്ടുപേരാണ് എപ്പോഴും അല്ലെ ഒരുമിച്ച് സമകാലികരാണ്. ഒരേ സമയത്തുള്ളവരാണ്. ഭട്ടതിരിപ്പാട് നമ്മൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്. ഒരുപാട് അദ്ദേഹം ഗുരുവായൂരപ്പന്റെ നല്ല ഭക്തനാണ്. പൂന്താനം നമ്പൂരി നല്ല ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തില് കുറച്ച് ഗർവൊക്കെ ഉണ്ടായിരുന്നു. സംസ്കൃത പണ്ഡിറ്റാണ്. ആ പൂന്താനം നമ്പൂരിക്കാണ് അത്ര സംസ്കൃതം ഒന്നും അറിയില്ല. അദ്ദേഹം മലയാളത്തിലാണ് എഴുതുക. വ്യാകരണ തെറ്റൊക്കെ സംഭവിക്കും പൂന്താനം നമ്പൂരിക്ക്. അദ്ദേഹം ഇതുപോലെ എഴുതിയിട്ട് ഒരു കൃതി എഴുതിയിട്ട് ഇദ്ദേഹത്തിനെ കാണിക്കും. ഈ ഭട്ടതിരിപ്പാടിനെ തെറ്റ് തിരുത്താനായിട്ട് കാണിക്കും. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ട് ഇതൊന്നും തിരുത്താൻ എനിക്ക് നേരമില്ല എന്നുള്ള പോലെ ഒരു അഹങ്കാരത്തിൽ അങ്ങനെ പോകും. അതിനുശേഷമാണ് അദ്ദേഹത്തിന് വാദം വന്നെന്ന് പറയും ഭട്ടതിരിപ്പാടിന്. പിന്നെ പൂന്താനം നമ്പൂരിനെ നമസ്കരിച്ച് ഇതായപ്പോഴാണ് അതൊക്കെ മാറണത്. അങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിന്റെ ഭക്തിയാണെന്നുള്ള ഒരു വരി ഈ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഒരു അശരീരി വരികയാണ്. പൂന്താനം പാവം വളരെ വലിയ ഒരു ഭക്തനാണ്. നമ്മുടെ കുചേലനെയൊക്കെ പോലുള്ള ഒരു ഭക്തനാണ്. വളരെ വിനയുള്ള ആളാണ്. അപ്പോ ഈ പൂന്താനൊക്കെ നല്ല വലിയ പണ്ഡിത ഭക്തരാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു അഹങ്കാരമുണ്ട് എല്ലാത്തിലും. അപ്പൊ ആ സമയത്ത് ഗുരുവായൂരപ്പൻ തന്നെ പൂന്താനം നമ്പൂരിനെ കളിയാക്കുന്ന സമയത്തൊക്കെ ഗുരുവായൂരപ്പന്റെ ആ ശ്രീകോവിലിൽ നിന്ന് തന്നെ ഓരോ അശരീരി വരാറുണ്ട്. എനിക്ക് പൂന്താനത്തിന്റെ ഭക്തിയാണ് ഇഷ്ടം, ഭക്തി കൊണ്ടാണ് എന്നെ കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭക്തിയാമാം അഭിജാനാദി, എന്നെ ഭക്തി കൊണ്ടേ കിട്ടുള്ളൂ. ജ്ഞാനം കൊണ്ടോ കർമ്മയോഗം കൊണ്ടോ ജ്ഞാനയോഗം കൊണ്ടോ ഒന്നും ഭഗവാന് കിട്ടില്ല. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചുള്ള ഭക്തി വരുമ്പോഴാണ് അവിടെ ഭഗവാൻ വീഴുള്ളൂ അല്ലെ. അതാണ് അമ്മമാർക്കൊക്കെ ഒന്നും അറിയാത്ത അമ്മമാരുടെ മുമ്പിലൊക്കെ ഭഗവാൻ പ്രത്യക്ഷനാവും. എന്നാൽ വലിയ ജ്ഞാനികളായ നമ്മളെ അടുത്ത് ചിലപ്പോ നമ്മളെ പോലെ വലിയ കാര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്ക് നമുക്കൊരു വസ്തു കാണാൻ പറ്റില്ല. പക്ഷെ പാവ അമ്മമാരുണ്ട് ചിലവർ ഇങ്ങനെ അല്ലെ, അവര് കൃഷ്ണ ഗുരുവായൂരപ്പ വിളിക്കുമ്പോഴേക്കും അവിടെ വരും. അതെന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ ഭഗവാന് ഭക്തിയാണ് ഇഷ്ടം അല്ലെ, ഭക്തിയിലാണ്. അതുകൊണ്ടാണ് പൂന്താനത്തിന്റെ മുന്നിൽ ഭഗവാൻ ഇങ്ങനെ പ്രത്യക്ഷനാവണത്. പിന്നെ ഒരു ലീലയുണ്ട്. പൂന്താനം നമ്പൂരി എന്നും ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമല്ലോ. അങ്ങനെ പോകുമ്പോ ഇവിടുന്ന് ഇത്രയും ദൂരം പോണ സമയത്ത് ഇന്നത്തെ പോലെ അല്ലല്ലോ, റോഡൊന്നും ശരിയല്ല, കാടുകളാണ്. ഈ കാടിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പൂന്താനം നമ്പൂരി പോവാണ് ഒരു ദിവസം. അപ്പോ കുറെ കള്ളന്മാർ ഇദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് വന്നു. അപ്പോ ഇദ്ദേഹത്തിനെ കൊല്ലുന്ന ഉറപ്പായി പൂന്താനത്തിന്. ആ സമയത്ത് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചപ്പോ സാമൂതിരിയുടെ പടത്തലവനായിട്ടുള്ള ആരാണ്, മങ്ങാട്ടച്ചൻ ഇങ്ങനെ വന്നു. മങ്ങാട്ടച്ചന്റെ രൂപത്തിലാണ് വരണത്. രൂപത്തിൽ കുതിരപ്പുറത്ത് വരികയാണ്. ഈ വിളിച്ച ഉടനെയാണ് വരണത്. വന്നിട്ട് അദ്ദേഹം ഈ മങ്ങാട്ടച്ചൻ വന്നിട്ട് എല്ലാ കള്ളന്മാരെയും തുരത്തി ഓടിക്കും. എന്നിട്ട് പൂന്താനത്തിനോട് യാത്ര പറഞ്ഞ് പോവാൻ ഒരുങ്ങുമ്പോൾ പൂന്താനം സന്തോഷത്തോടെ ഒരു മോതിരം കൊടുക്കും ഈ മങ്ങാട്ടച്ചന്. അപ്പൊ മങ്ങാട്ടച്ചൻ അതും സന്തോഷത്തോടെ വാങ്ങിച്ച് തിരിച്ചു പോകും. അങ്ങനെ പൂന്താനം നമ്പൂരി ഗുരുവായൂർ അമ്പലത്തിൽ എത്തി. അവിടെ എത്തിയപ്പോ തൊഴുതു നിൽക്കുന്ന സമയത്ത് മേൽശാന്തി വിളിച്ച് പറയും, അങ്ങയുടെ മോതിരം കളഞ്ഞു പോയിട്ടുണ്ടോ ചോദിക്കും. എനിക്ക് ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ നിന്നൊരു മോതിരം കിട്ടിയിട്ടുണ്ട്, അത് അങ്ങയുടെ ആണോ ചോദിക്കും പൂന്താനത്തിനോട്. ആര്? തിരുമേനി. അപ്പൊ നോക്കിയപ്പോ പൂന്താനം മങ്ങാട്ടച്ചന് കൊടുത്തില്ലേ, ആ മോതിരാണ് ഈ വിഗ്രഹത്തിന് കിട്ടിയത്. അപ്പൊ ആരാ മങ്ങാട്ടച്ചനായിട്ട് വന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. കൃഷ്ണ എന്ന് വിളിച്ചപ്പോ രക്ഷപ്പെടുത്താനായിട്ട് പൂന്താനം നമ്പൂരി അടുത്ത് വന്നത്. അപ്പൊ ആ ഒരു ലീല ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെന്താണ്, പൂന്താനം നമ്പൂരിക്ക് പ്രായമായി, വയസ്സായപ്പോ ഒരുപാട് പറയണില്ല കേട്ടോ, കുറച്ച് പറഞ്ഞ നിർത്താം. വയസ്സായി ഇപ്പൊ എന്നും പോകാൻ പറ്റണില്ല ഗുരുവായൂർക്ക്, എന്നും നടന്നു പോണ്ടേ അല്ലെ. നമ്മളെ പോലെ വണ്ടിയിലല്ലോ, ഇവര് നടന്നിട്ടല്ലേ പോണേ. പ്രായമായിപ്പോ നടക്കാൻ പറ്റില്ല. അപ്പൊ ഭയങ്കര വിഷമം. പക്ഷെ എന്നും കാണാൻ പറ്റണില്ലല്ലോ എന്നുള്ള വിഷമം. ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാ ഭഗവാൻ പറഞ്ഞു, നീ എൻ്റെ അടുത്ത് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്റെ വീട്ടിൽ തന്നെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ തന്നെ വീട്ടിൽ വന്ന് ഇരുന്ന വിഗ്രഹമാണ്. ഈ വീട്ടിൽ ഇവിടെ അല്ലേ, ഇല്ലത്തല്ലേ വന്നത് അല്ല, ആ കുടുംബക്ഷേത്രത്തിൽ ആ വെണ്ണക്കണ്ണനാണ് അല്ലെ, ആ വെണ്ണക്കണ്ണനാണത്. പൂന്താനം തന്നെ പ്രതിഷ്ഠിച്ചാണ് ആ ക്ഷേത്രം അല്ലെ. പിന്നെന്താ പറയണത്, നാരായണാലയത്തിൽ നമ്മളെ ഏത് ആഞ്ഞ നമ്പൂരിപ്പാടിന് കൊടുത്താണെന്ന് പറയണ കേട്ടു. മോതിരം ഉണ്ട് അല്ലേ. ഇനി പൂന്താനം എപ്പോഴും സപ്താഹം നടത്തുമായിരുന്നു ഇവിടെ. അവിടെ കണ്ടോ, അവിടെ ഒരു ഹോൾ, അവിടെ അല്ലേ സപ്താഹം നടത്തുന്നത്. പൂന്താനം എന്നും സപ്താഹം നടത്തും. അതായത് എന്നും ഭാഗവതം വായിക്കും, സപ്താഹം നടത്തും, രുക്മിണി സ്വയംവരം എന്നും വായിക്കും. പൂന്താനം നമ്പൂരിക്ക് രുക്മിണി സ്വയംവരം വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം വായിക്കുക.
അപ്പോൾ അദ്ദേഹം രുക്മിണി സ്വയംവരം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ആ പേജ് ലാസ്റ്റ് അടയാളം വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോകും. പിറ്റേ ദിവസം വരുമ്പോൾ വീണ്ടും ആദ്യം അവിടെ തന്നെ, എവിടെ നിന്നാ തുടങ്ങി അവിടെ തന്നെ ഉണ്ടാവും ഈ അടയാളം. വീണ്ടും പൂന്താനം നമ്പൂതിരി വിചാരിക്കും ഭഗവാന്റെ ഇഷ്ടം അതായിരിക്കും, വീണ്ടും വായിക്കും. വീണ്ടും അത് രുക്മിണി സ്വയംവരം കഴിയുമ്പോൾ അത് അവസാനം അടയാളം വെച്ച് പോവും. പിറ്റേ ദിവസം ഇതന്നെ, എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. എവിടെ നിന്നാണോ രുക്മിണി സ്വയംവരം വായിക്കുന്നത് അവിടെ തന്നെയാണ് ഈ അടയാളം വെച്ച മയിൽപ്പീലി ഉണ്ടാവുക. അപ്പോൾ പൂന്താനം നമ്പൂരി ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചു, ഗുരുവായൂരപ്പ എന്താ ഇങ്ങനെ സംഭവിക്കണേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ശിവപാർവതിമാർ പ്രത്യക്ഷമാവും. അവരാണ് ഇത് ചെയ്യണത്. ശിവനും പാർവതിക്കും പൂന്താനം നമ്പൂരിയുടെ ഈ രുക്മിണി സ്വയംവരം വായന കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്കത് നിർത്തല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും ആദ്യം തൊട്ട് വയ്ക്കുന്നതാണ് ഇത് ശിവപാർവതിമാർ. അപ്പോൾ ഇതിനൊക്കെ എന്താ മനസ്സിലാവണം, എല്ലാ ദേവീദേവന്മാർക്കും ഗുരുവായൂരപ്പന്റെ ഭക്തിയാണ് ഇഷ്ടം അല്ലെ. ശിവനും പാർവതി എന്ത് കേൾക്കാനാണ് വരുന്നത്? രുക്മിണി സ്വയംവരം കേൾക്കാൻ അല്ലെ. നമുക്കാണ് അറിവില്ലാത്തത് എന്താണെന്നുള്ളത്. ദേവി എന്തിനാ അവിടെ ഇരിക്കണത് അല്ലെ? ഭഗവാന്റെ പരമഭക്തനായതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, സകല ദേവീദേവന്മാർക്കും ആരാണ് ഇഷ്ടം പ്രാർത്ഥിക്കുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ നാമം ജപിക്കാനാണ് ഇഷ്ടം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശിവപാർവതിമാരെ ഇവിടെ പ്രത്യക്ഷമായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം പഠിച്ചു നമ്മളല്ലേ, കുടുംബക്ഷേത്രമാണെന്ന് പറഞ്ഞു. ഇത് കുടുംബക്ഷേത്രം, ഇത് ഇല്ലമാണ് അല്ലേ, ഇത് പൂന്താനത്തിന്റെ ഇല്ലാണ്. കുടുംബക്ഷേത്രത്തിൽ എന്താ പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ് പ്രതിഷ്ഠ അത് ഉള്ളത്. പിന്നെ പൂന്താനം നമ്പൂരിയാണ് 400 വർഷം മുമ്പ് ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ചത്. പിന്നെ ഉണ്ണിക്കണ്ണൻ കൃഷ്ണന്റെ രൂപത്തിൽ എങ്ങനെയാ പ്രതിഷ്ഠിക്കാൻ കാരണം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ ഉണ്ണി പോയ സങ്കടത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ മടിയിൽ വന്നിരുന്നു പൂന്താനം നമ്പൂരിയുടെ. കുറച്ചു നേരം ഇരുന്നു, അത് കഴിഞ്ഞിട്ട് അപ്രത്യക്ഷമായി. അതാണ് ആ വിഗ്രഹം, 2 കൈയിലും വെണ്ണയുള്ള ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ അല്ലാതെ അങ്ങാടിപ്പുറത്തുണ്ട് ഇടത്തേപ്പുറം അമ്പലം എന്ന് പറഞ്ഞിട്ട്, അവിടെയാണ് ഭഗവാൻ വന്നിരുന്നിട്ടുള്ളത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂന്താനത്തിന് വയസ്സായിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ സങ്കടപ്പെട്ടപ്പോൾ ഭഗവാൻ തന്നെ നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ ഇല്ലത്ത് വന്ന് ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് പൂന്താനം ഇല്ലത്തിന്റെ ക്ഷേത്രത്തെ ഇടത്തെ പുറത്ത് അതാണ് ഇടത്തേപ്പുറം അമ്പലം എന്നാണ് പറയുക. അത് അങ്ങാടിപ്പുറത്തല്ല, ഇവിടെ ഇല്ലല്ലോ, ഗുരുവായൂരത്തിന്റെ അമ്പലത്തിലാണ്. അത് അങ്ങാടിപ്പുറത്താണെന്ന് പറഞ്ഞിരിക്കണല്ലോ. അല്ലല്ലേ, ഇടത്തേപ്പുറത്ത് ഇടതുവശത്തെ പുറംഭാഗത്താണ് ഈ ഭഗവാൻ വന്നിരുന്നത്. ഈ താമരക്കാണ് ഇടത് ഭാഗത്ത് പുറകു വശത്താണ് ഈ വന്നിരുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഇടത്തുപുറം എന്ന പേരിലാണ് ഈ ഭഗവാൻ വന്നിരുന്ന സ്ഥലം അറിയപ്പെടുന്നത്. ഭഗവാൻ അന്ന് അവിടെ പ്രത്യക്ഷമായിട്ട് പൂന്താനത്തിന് വേണ്ടി ഇരുന്ന സ്ഥലമാണത്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അചഞ്ചലമായിട്ടുള്ള ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്നിരിക്കും എന്നാണ് അർത്ഥം അല്ലെ. അന്ന് വെച്ച് നമ്മൾ സുഖമായിട്ട് വീട്ടിലിരിക്കാന്നല്ല അവിടെ ഉദ്ദേശിച്ചത്. പൂന്താനം നമ്പൂരി വെയ്യാണ്ടായപ്പോഴാണ് പോകേണ്ടത്. അദ്ദേഹം ആരോഗ്യമുള്ള സമയത്ത് എന്നും ഗുരുവായൂർ പോവായിരുന്നു. തീരെ വയ്യാതായപ്പോഴാണ് അദ്ദേഹം വീട്ടിൽ അല്ലെ പോവാൻ വയ്യല്ലോ എന്ന് ചിന്തിച്ച് വിഷമിച്ചു. ആ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തു, പൂന്താനത്തിന്റെ അടുത്ത് വന്ന് ഇരുന്നത് അല്ലെ. അപ്പൊ അതായത് പരിശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ അല്ലെ, നമ്മൾ സേവ ചെയ്ത് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം സേവ ചെയ്ത് മതിയാവല്ല പറ്റാതാവണ സമയത്ത് ഭഗവാൻ നമ്മുടെ കൂടെ വീട്ടിൽ വന്ന് ഇരിക്കും. നമുക്ക് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ, ആ സമയമാകുമ്പോൾ ഭഗവാൻ നമ്മുടെ വീട്ടിൽ വന്നിരിക്കും. അതുവരെ നമ്മളെ പരീക്ഷിക്കും ഇവരെന്തൊക്കെ ചെയ്യേണ്ടതെന്ന് അല്ലെ, ഭഗവാന് വേണ്ടി എന്തെല്ലാം ചെയ്യും എന്ന് ഭഗവാൻ പരീക്ഷിക്കും. അപ്പൊ അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ വീട്ടിൽ വന്നിരിക്കുന്നതാണ് ഇവിടെ പറഞ്ഞത്. ഇനി ജ്ഞാനപ്പാനയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞിട്ട് അത് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് പൂന്താനം നമ്പൂരി എഴുതിയ പ്രധാന കൃതി, വളരെ ഫേമസ് അല്ലേ, എല്ലാവരും പാടിക്കൊണ്ട് നടക്കുന്ന ഏതാണ്? ജ്ഞാനപ്പാന. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഭക്തിയിൽ വരാൻ കാരണം ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഈ സന്ധ്യ ആകുമ്പോൾ ഈ ജ്ഞാനപ്പാന വീട്ടിൽ വെക്കും. അത് കേട്ടിരുന്നു, പകുതിയൊക്കെ അർത്ഥം അറിയുള്ളൂ, എന്നാൽ അത് എന്നും കേട്ടിരുന്നു. അറിയില്ല, അതുകൊണ്ടായിരിക്കാം നമ്മളെ ഭഗവാന്റെ ഭക്തിയിൽ വന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അന്ന് എനിക്കൊക്കെ ശിവപാർവതിമാരുടെ ഭക്തി ഭയങ്കര കൊടി പിടിച്ചിരിക്കുന്ന സമയം. ശിവനും പാർവതിയും കണ്ണടച്ച് അവർ രണ്ടുപേരെ വരുള്ളൂ, വേറെ ഒറ്റ വിഗ്രഹം വരില്ല. ആ സമയത്താണ് ഗുരുവായൂർ ആരുടെയോ ചോറൂണിന് കൂടെ പോണത്. അപ്പൊ എനിക്ക് ആ വിഗ്രഹം കണ്ട് ഒന്നും തോന്നില്ല, എനിക്ക് സങ്കടം വന്നു. എല്ലാവരും കരയണോ വിഗ്രഹത്തിന് നോക്കിയിട്ട്, എല്ലാവരും നമസ്കരിക്കണോ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവായൂരപ്പ അമ്പലത്തിൽ വെച്ച് ഞാൻ പറയും എനിക്ക് മാത്രം ഒന്നും തോന്നില്ലല്ലോ. അപ്പൊ ആ ഗുരുവായൂരപ്പൻ ചെയ്ത പണി നോക്ക്, ഗുരുവായൂരപ്പന്റെ ഭക്തന്മാരെ ഇടയിൽ ഇരുത്തി സംസാരിപ്പിക്കുന്ന കണ്ടില്ലേ. അതാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അതിരില്ല. കാരണം എനിക്ക് ഒരു സ്നേഹവും പ്രേമവും തോന്നിയിട്ടില്ല ഗുരുവായൂരപ്പനോട്. ആ 2000 സമയമാണ്, 1999 അങ്ങനെ ഞാൻ ഫസ്റ്റ് ഗുരുവായൂർ പോയപ്പോൾ കല്ല് പോലെ ഇങ്ങനെ നമുക്കൊരു പ്രേമം തോന്നണ്ടേ ഭഗവാനോട്.
അപ്പൊ പ്രേമമില്ലാത്തവരോടും ഭഗവാനോട് പ്രാർത്ഥിച്ച പ്രേമം തന്നോളും. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്താ, ഗുരുവായൂരപ്പ എനിക്കൊരു പ്രേമവും ഇല്ല, ഇവരൊക്കെ കരയണോ എന്തൊക്കെയോ ചെയ്യണോ അല്ലേ, അങ്ങനെ പ്രാർത്ഥിച്ച് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുക നമ്മൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതാണ് പിന്നെ സംഭവിക്കുന്നത്. ഭഗവാന്റെ ഭക്തയാക്കി മാറ്റി അല്ലേ. അരവിന്ദ് പ്രഭു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ഈശ്വരൻ ഇല്ല പറഞ്ഞ് സംസാരിച്ച ആളാണ്. പിന്നെ ഈ ഗുരുവായൂരപ്പന്റെ ഭക്തരുടെ ഇടയ്ക്ക് ഞങ്ങൾ ഇരുത്തിയത് കണ്ടില്ലേ ഭഗവാൻ അല്ലേ. മഹാഭക്തന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഇരുത്തി അവിടെ സംസാരിക്കാനും അവിടെ സത്സംഗം നടത്താനും ഒക്കെ മഹാഭാഗ്യമാണ്. ഭഗവാന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും നടത്തി തരും. അതാണ് നമുക്ക് ആഗ്രഹിച്ചാൽ മാത്രം മതി ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ആഗ്രഹിച്ചാലും കിട്ടില്ല, കർമ്മം ഉണ്ടാവണം. മുൻജന്മ കർമ്മ അനുസരിച്ച് ഓരോന്നും കിട്ടുക. പക്ഷെ ഭക്തി എങ്ങനെ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ചാൽ മതി. ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ കൃഷ്ണ എനിക്കും ഭക്തരാവണം എന്ന് ആഗ്രഹിച്ചാൽ തന്നെ ഭഗവാൻ സജ്ജനങ്ങളുടെ സംസർഗം തരും അല്ലേ. എന്നിട്ട് നമ്മളെ ഭക്തരാക്കും. അപ്പൊ ഈ ജ്ഞാനപ്പാനയില് ഫസ്റ്റ് തന്നെ ഗുരുനാഥനെ അല്ലെ പ്രണമിക്കണം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം അല്ലെ. അപ്പൊ ഒരു ഗുരുവിന്റെ പ്രാധാന്യം പൂന്താനം കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അല്ലെ. നമുക്ക് എന്ത് കാര്യത്തിനും ഗുരു വേണം. നമുക്കിപ്പോ ഭൗതികമായിട്ട് എന്ത് പഠിക്കാനാണെങ്കിലും ഒരു ടീച്ചർ വേണം അല്ലേ. നമുക്കൊരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, എന്തായിരിക്കും. ഒരു സൈക്കിൾ ചവിട്ട് പഠിക്കണമെങ്കിൽ അതിനൊരു ഗുരു ആരെങ്കിലും പഠിപ്പിച്ചു തരണം അല്ലേ. അതുപോലെ ആധ്യാത്മികം പഠിക്കാൻ നമുക്ക് ആര് വേണം, നമുക്ക് ഗുരുനാഥൻ വേണം. അപ്പൊ അദ്ദേഹം ആദ്യം തന്നെ ഇത് എഴുതുമ്പോൾ ഗുരുനാഥനെ പ്രണമിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്, പിന്നെ പറയണത് കൂടിയല്ല പിറക്കുന്ന നേരത്ത് അല്ലെ. ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ മത്സരിച്ച് നമ്മൾ ആരാണോ അവരാരാണോ എന്നുള്ള ജീവിതമാണ് എല്ലാവരും അല്ലേ. നമ്മൾ കുറച്ച് പേരുടെ കാര്യമില്ല, മൊത്തം ഈ ലോകത്ത് അല്ലേ. എപ്പോൾ വേണമെങ്കിൽ മരിക്കാം. ജനിക്കുമ്പോൾ ആരും ഒന്നിച്ചല്ല, അത് നമുക്കൊക്കെ അറിയാം. മരിക്കുമ്പോഴും ഒന്നിച്ചല്ല, ഇടയ്ക്ക് വെച്ച് കുറച്ചു നേരം എല്ലാവരും കാണും. ആ സമയത്ത് മത്സരം എന്താണ്, എന്ത് മത്സരം അല്ലെ, സ്ഥാനമാനങ്ങൾ ചൊല്ലി മത്സരം, അതിർത്തി തർക്കങ്ങൾ, ചേട്ടനും തമ്മിൽ അതിർത്തി തർക്കം ആരും വിട്ടുകൊടുക്കൂല അല്ലെ. വേലി അങ്ങോട്ട് കെട്ടിത്താഴ്ത്തി വേലി ഇങ്ങോട്ട് കെട്ടിത്താഴ്ത്തി നമ്മൾ സ്ഥിരം കാണാണ് കേസുകൾ. ഇഷ്ടംപോലെ കേസുകൾ മുഴുവനും വന്ന് ഇരിക്കണം എവിടെയാണെന്നറിയോ, ചേട്ടനനിയന്മാർ തമ്മിൽ, സ്വന്തം ആൾക്കാർ തമ്മിലാണ് കേസ് കൂടുതൽ. എന്താണ് ഇതറിയാത്തോണ്ടാണ്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാമൃത അല്ലെ. എപ്പോ വേണമെങ്കിൽ മരിച്ചു പോവാന്നാണ് അദ്ദേഹം പറയണത് അല്ലെ. ആ സമയത്താണ് നമ്മളിങ്ങനെ ഇത് കണ്ടു കണ്ടങ്ങിയിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. ഇപ്പൊ കാണുന്ന ആളെ ചിലപ്പോ ആ ആളുണ്ടാവില്ല. നമ്മൾ ഫോൺ ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ ആള് മരിച്ചു എന്നറിയാം. നമ്മുടെ സത്സംഗത്തിൽ ഒരു പ്രഭു, ഒരു വയസ്സായ പ്രഭു എന്നും ഞാൻ സത്സംഗത്തിൽ ഉണയിക്കും. 2 ആഴ്ച വന്നില്ല, പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞത് നിങ്ങളുടെ അവിടെ വരുന്ന ആ സത്സംഗത്തിൽ വരുന്ന പ്രഭു കുഴഞ്ഞു വീണ് മരിച്ചു. ഇത്രേ ഉള്ളൂ നമ്മുടെ അവസ്ഥ അല്ലേ. എപ്പോ വേണമെങ്കിൽ കാണാതാവാം. ഒരാളെ പെട്ടെന്ന് രാജാവായിട്ട് ഉയർത്താനും ഭഗവാന് പറ്റും അല്ലെ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. അതായത് നമ്മൾ ഭിക്ഷക്കാരനാവണമെന്ന് നാളെ ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭിക്ഷക്കാരൻ തന്നെ ആവും അല്ലേ. ഒന്നുമില്ലാണ്ട് നടക്കാൻ ഒരു നിമിഷം മതി ഭഗവാൻ വിചാരിച്ച. എന്നാൽ ഒന്നുമില്ലാത്ത ഒരാളിനെ കോടിപതിയാക്കാൻ ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കും. അപ്പൊ നമ്മൾ ഈ അവസ്ഥയിൽ ഒന്നും അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല. ഉണ്ടെങ്കിലും അഹങ്കരിച്ചിട്ട് കാര്യമില്ല, ഇല്ലെങ്കിൽ വിഷമിച്ചിട്ടും കാര്യമില്ല. ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ഭഗവാൻ മാറ്റിക്കളയും. അതാണ് എത്ര പ്രധാനപ്പെട്ട ഭഗവത്ഗീത ഒരു തത്വങ്ങളാ പറയണത്. ഇനി പറയണത് കലിയുഗത്തിന്റെ മഹത്വം പറയണ്ട്, നാമജപം അല്ലെ. കലിയുഗത്തിന്റെ പ്രത്യേകത എന്താ, നമുക്ക് ആയുസ് കുറവാണ് അല്ലെ, മന്ദബുദ്ധികളാണ്, സമ്പത്തില്ല, സമാധാനമില്ല, ഒക്കെ സത്യമാണ്. പക്ഷെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ കൃഷ്ണ എന്നൊന്ന് വിളിച്ചാൽ മതി മുക്തി കിട്ടാൻ. പക്ഷെ അത് വിളിക്കാനായിട്ട് ഇഷ്ടാവൂല. അതാണല്ലേ. എന്താ വെച്ചാൽ എന്താ പറയാ, നാവുള്ള ആൾക്കാർ ഒന്ന് വെറുതെ നാമം ജപിക്കാം. മറ്റൊരാൾക്ക് വേണ്ടിയെങ്കിലും പരിഹസിച്ചിട്ടെങ്കിലും നാമം ജപിക്കാനാണ് ആര് പറയണേ, പൂന്താനം നമ്പൂരി അല്ലേ. നിങ്ങൾക്ക് വേണ്ടി തന്നെ ജപിക്കണമെന്നില്ല, ആർക്കെങ്കിലും വേണ്ടിയിട്ട് ജപിച്ചാലും മതി, നമുക്ക് മുക്തി ലഭിക്കും. മറ്റ് 14 ലോകങ്ങളാണ് നമ്മുടെ ഭൗതിക ലോകം. ഭൗതിക ലോകം, ആധ്യാത്മിക ലോകം അതിന്റെ മുകളിലാണ്. നമ്മൾ 14 ലോകത്തിരിക്കണം. നമ്മള് ഭഗവാൻ ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിലെ താമരത്തണ്ടാണ് ഈ 14 ലോകങ്ങള്. ആ താമരയുടെ ഏറ്റവും മുകളിലാണ് ആര്, ബ്രഹ്മാവ്. ബ്രഹ്മലോകമാണ് ഏറ്റവും മുകളില്, ബാക്കി 14 ലോകവും താഴെയാണ്. ഈ 13 ലോകത്തിലുള്ള ആൾക്കാരും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് കലിയുഗത്തിൽ ഭാരതത്തിൽ വന്ന് പിറക്കാൻ ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന്. കലിയുഗത്തിൽ ഭാരതത്തിൽ പിറന്നാളുടെ ഗുണം എന്താണ്, കൃഷ്ണ എന്ന് വിളിച്ചാൽ മുക്തിയാണ്. അതാണ്. അപ്പൊ അത് അവർക്ക് സാധിക്കില്ല. ഈ കർമ്മം കളയാനും നമുക്ക് കർമ്മനാശം വരുത്തി മുക്തി ലഭിക്കണമെങ്കിൽ എവിടെ വേണം, ഭൂമിയിലേ പറ്റുള്ളൂ.
സ്വർഗത്തിൽ പോയിട്ട് കർമ്മനാശം സംഭവിക്കില്ല. സ്വർഗത്തിലും മറ്റു സ്ഥലത്തിലും നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റിസൾട്ട് കിട്ടുന്ന സ്ഥലം മാത്രമാണത്. പക്ഷെ നമുക്ക് കർമ്മത്തിന് നാശം വരുത്തി നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാനായിട്ട് ഭൂമിയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കി 13 ലോകത്തിലെ ആളുകളും പ്രാർത്ഥിക്കുകയാണെന്ന് ഈ ഭൂമിയില്, ഭാരതഖണ്ഡത്തില്, കലിയുഗത്തില് ജനിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടായില്ലല്ലോ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കണ കാര്യം. പിന്നെ പറയണത് 3 തരം കർമ്മങ്ങളെ കുറിച്ച്. ഇതൊക്കെ ഭഗവത്ഗീതയിലുള്ളതാണ് പറയണത്. ഈ അതായത് ജ്ഞാനപ്പാന പഠിച്ചു കഴിഞ്ഞാൽ ഗീത പഠിച്ചു. ഗീതയിലെ കംപ്ലീറ്റ് കാര്യങ്ങൾ ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട്. 3 തരം കർമ്മമാണ്: പുണ്യം, പാപം, പിന്നെ എന്താണ് മിശ്രകർമ്മം. പുണ്യകർമ്മം സത്വഗുണത്തിലുള്ളത്, പാപകർമ്മം അല്ലെ തമോ ഗുണത്തിലുള്ളത്, മിശ്രകർമ്മമാണ് രജോ ഗുണത്തിൽ വരുന്നത് അല്ലെ, രജോ ഗുണം തമോ ഗുണം ചേർന്നത്. അപ്പൊ ഈ 3 തരത്തിലാണ് കർമ്മം ഉള്ളത്. ഈ 3 തരത്തിൽ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണെന്ന് പറയണത്. ഈ പുണ്യകർമ്മം ചെയ്തവര് സ്വർണ്ണ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. പിന്നെ രജോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നവര് വെള്ളി ചങ്ങല കൊണ്ടും, പിന്നെ തമോ ഗുണത്തിൽ പ്രവർത്തിക്കുന്നവര് ബോറടിക്കണ്ട ഇരുമ്പ് ചങ്ങല കൊണ്ടും കെട്ടിയിരിക്കുകയാണ്. കഴിയാറായിട്ടാ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇവിടെ കെട്ടുപാടാണെന്നാ പറയണത് അല്ലെ. പുണ്യമാണെങ്കിലും ഇവിടെ കെട്ടിയിരിക്കുകയാണ്, നമുക്ക് പോകാൻ പറ്റണില്ല, അവിടെ തളച്ചിട്ടിരിക്കുകയാണ്. പാപാണ് നമ്മൾ വിചാരിക്കുന്നത്, നമ്മള് ഈ ഇരുമ്പ് ചങ്ങലക്കാരൻ വിചാരിക്കുക എന്താണ്, എനിക്കൊന്ന് സ്വർണ്ണ ചങ്ങലയായി കിട്ടിയാൽ മതിയെന്ന്. ഇരുമ്പ് ചങ്ങലക്കാരൻ പറഞ്ഞാൽ തമോ ഗുണത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇരുമ്പ് ചങ്ങല എന്ന് പറയുന്നത്. അവൻ എന്താ ട്രൈ ചെയ്യണം, ഇവിടുന്ന് പോകാനല്ല, വേറൊരു ചങ്ങല കിട്ടാൻ അല്ലെ. സ്വർണ്ണ ചങ്ങലക്കാരൻ അത് നിലനിർത്താൻ ശ്രമിക്കണം, വെള്ളി ചങ്ങലക്കാരൻ സ്വർണ്ണാക്കാൻ ശ്രമിക്കണം, ഇരുമ്പ് ചങ്ങലക്കാരൻ ഈ സ്വർണ്ണം അല്ലെങ്കിൽ വെള്ളിയാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇത് 3 ചങ്ങലയാണെന്ന് മനസ്സിലാക്കണം എന്നാണ് പറയണത്. അത് 3 കെട്ടുപാടാണ്. ഇവിടുന്ന് നമ്മൾ പോണം. അതായത് അർജുനോട് ഭഗവാൻ പറയണ്ടല്ലേ, എന്താ പറയണത്, നിസ്ത്രൈഗുണ്യോ ഭവ അർജുന എന്ന് പറയണത്. ഇത് ഈ വേദങ്ങളെല്ലാം എന്താണ്, ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവ അർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. അർജുന, ഈ വേദങ്ങൾ പറയണ മുഴുവൻ ത്രിഗുണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നീ എന്റെ ഭക്തനാണ്, നീ അതിൽ പെടല്ലേ. നീ വേദങ്ങളിൽ ആ മയക്കലൊന്നും നീ പെടണ്ട. നീ എന്താ ചെയ്യേണ്ടത്, നിസ്ത്രൈഗുണ്യോ ഭവാർജുന, ഈ ത്രിഗുണങ്ങളെ ഭേദിച്ച് ശുദ്ധ സത്വ അവസ്ഥയിലേക്ക് വരാനാണ് നമ്മളോട് പറയണത്. നിസ്ത്രൈഗുണ്യ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ, അതായത് ദ്വന്ദ്വങ്ങളില്ലാത്തത്. എന്താ ദ്വന്ദ്വങ്ങൾ പറഞ്ഞാൽ ശരി തെറ്റ്, നമ്മൾ അതിലൊക്കെ കുടുങ്ങി കിടക്കണം. അത് ശരി, ഇത് തെറ്റ്, പാപം പുണ്യം, സുഖം ദുഃഖം, ജയം പരാജയം, ലാഭം നഷ്ടം, ആണ് പെണ്ണ്, കറുപ്പ് വെളുപ്പ്, ഇതാണ് ദ്വന്ദ്വങ്ങള്. നമ്മൾ ഈ ദ്വന്ദ്വങ്ങളിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ഈ ദ്വന്ദ്വങ്ങളിൽ നിന്ന്, പുണ്യപാപങ്ങളിൽ നിന്ന് അല്ലെ, ത്രിഗുണങ്ങളിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ നിർയോഗക്ഷേമം, നമ്മുടെ യോഗക്ഷേമത്തിന് ശ്രമിക്കരുതെന്ന്. അതാണ് നിർയോഗക്ഷേമം. നമ്മൾ ഈ LICയും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ യോഗക്ഷേമത്തിന് വേണ്ടി. അപ്പൊ നിർയോഗക്ഷേമ ആത്മാവാൻ പറഞ്ഞാൽ എന്താണോ കൃഷ്ണൻ തരുന്നത് അത് മതി. ഇന്ന് ഭക്ഷണം തന്ന ഇന്ന് കഴിക്കുക, നാളെ തന്നില്ലെങ്കിൽ അത് തന്നില്ല, അങ്ങനെയാണ് വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, അങ്ങനെ വേണമെന്നാണ് ഭഗവാൻ പറയുന്നത്. അതാണ് ശുദ്ധ സത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതും കംപ്ലീറ്റ് ഭഗവത്ഗീതയാണ് പറയണത് അല്ലെ. പിന്നെ ജീവൻ എങ്ങനെയാണ് എന്ന് പറയുന്നത്, ജീവഗതി. നരൻ പോയിട്ട് മനുഷ്യൻ സുഹൃതം ചെയ്തിട്ട് എന്താണോ സ്വർഗലോകത്തിൽ പോകണം. ഈ സുഹൃതം ക്ഷയിക്കുമ്പോഴും അത് ആ ഉണ്ടാക്കിയെടുത്ത സുഹൃതം കഴിയൂലോ. ബാങ്ക് ബാലൻസ് 1 കോടി ഉണ്ട് വയ്ക്കുക, 1 കോടി ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഹൃതം കഴിഞ്ഞ് 0 ആവും. അതുപോലെ ഇവിടെ പുണ്യം വർദ്ധിച്ചിട്ട് നമ്മൾ സ്വർഗത്തിൽ പോയിട്ട് ആ പുണ്യം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തിത. ഭഗവത്ഗീത അച്ചട്ട് ഭഗവത്ഗീതയെ പറയുന്നത്. ഇതിൽ അതന്നെ പറഞ്ഞു, സുഹൃതം ഒടുങ്ങുമ്പോൾ ഭൂമിയിൽ ജനിക്കുന്നു ജ്ഞാനപ്പാനയില്. അതായത് ആ ക്ഷീണേ പുണ്യ, ക്ഷീണം, പുണ്യത്തിന് ക്ഷീണം സംഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മർത്യലോകം വിശന്തി, ഭൂമിയിൽ വന്ന് പിറക്കുന്നു അല്ലെ. സുരന്മാരെന്താവുന്നു, നരനായി ജനിക്കുന്നു അല്ലെ. പിന്നെ ചണ്ഡകർമ്മങ്ങൾ ചെയ്തവൻ, നീചമായ കർമ്മങ്ങൾ ചെയ്തവൻ ചണ്ഡാല കുലത്തില് പിറക്കുന്നു. അപ്പൊ നമ്മുടെ തന്നെ കർമ്മമാണ് നമ്മുടെ എല്ലാ രൂപവും വർത്തമാനവും, എന്താണ് കുടുംബം, പാരമ്പര്യം, സ്വഭാവം ഒക്കെ നമ്മുടെ കർമ്മങ്ങളാണ് അല്ലെ. ആ കർമ്മത്തിനെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം. എവിടെ ജനിച്ചാലും കുഴപ്പമില്ല, നാമം ജപിച്ചാൽ മതി അല്ലെ. കർമ്മത്തിനെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഈ ശരീരം നമുക്ക് തന്നിരിക്കണം. അസുരന്മാർ വന്നിട്ട് എന്താവുന്നു, നമ്മളിപ്പോ അസുരന്മാർ പറഞ്ഞു, അവരെന്തോന്നു അടുത്ത ജന്മത്തിൽ സുരന്മാരാകുന്നു. സുരന്മാർ വന്നിട്ട് മരങ്ങളായിട്ട് തീർന്നു. ആരാണത് ഒരു ഉദാഹരണം? സുരന്മാര് മരങ്ങളായി തീർന്നത് നളകൂപരന്റെ പണിഗിരിവനല്ലേ, ദേവലോകത്തു നിന്നല്ലേ മരങ്ങളായി വന്നു നിന്നത്. പിന്നെ ആടുചത്ത് ആനയാകുന്നു, ആനചത്ത് ആടാകുന്നു അല്ലെ, നരിചത്ത് നരനാകുന്നു. ഇതൊക്കെ എന്തൊരു രസമായിട്ടാ പൂന്താനം പറഞ്ഞിരിക്കുന്നത് അത്ര അല്ലേ. നോക്ക, പിന്നെ നാരിചത്ത് ഓരിയാകുന്നു. നമ്മൾ വിചാരിച്ചു നല്ല സ്ത്രീകളാണ് വേണ്ട, അടുത്ത ജന്മം എന്താന്ന് നമുക്കൊന്നും അറിയില്ല അല്ലെ. കൃപ കൂടാതെ പീഡിപ്പിക്കുന്ന നൃപഞ്ചത്ത് കൃമിയായി പിറക്കുന്നു. അതായത് ഒരു രാജാവ് അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരൻ, മീൻസ് ഇവിടെ നമ്മളെ ഭരിക്കുന്ന ആളുകള് ജനങ്ങളെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ എന്താവുന്നു,
കൃമിയായി പിറക്കുന്നു. അവർക്ക് വല്ലതും അറിയാം അവരെന്താവാനാ പോണെന്ന്. ഇപ്പൊ കിട്ടിയ സുഖത്തിന് ഒരു ബോധം ഇല്ലാണ്ട് പീഡിപ്പിക്കുകയാണ് അല്ലെ. ഇതാണ് ഈച്ച ചത്ത് പൂച്ചയാകുന്നു എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ ഇതാണ് ഈശ്വരന്റെ വിലാസങ്ങൾ അല്ലെ. അപ്പൊ എന്താ നമുക്ക് ചെയ്യാനുള്ളത്? നാമം ജപിക്കുക അല്ലെ. ഇവിടെ കലിയുഗ മഹിമ പറയണ്ടേ, യുഗം നാലിലും നല്ലു കലിയുഗം. പിന്നെ അതെന്താണ്? തിരുനാമ സങ്കീർത്തനം. അതാണ് അത് നമ്മൾ ഇനി നന്നായിട്ട് ചെയ്യും. തിരുനാമ സങ്കീർത്തനമാണ് ഇവിടെ പറയണത് അല്ലെ. പൂന്താനം നമ്പൂരി എന്തൊക്കെയാ അദ്ദേഹം ചെയ്ത ഭക്തിയുത സേവനങ്ങള്. ഭഗവാന്റെ കൃതികൾ എഴുതി അല്ലെ, ഭഗവാന്റെ നാമം ജപിച്ചു, ഭഗവാന് വേണ്ടി സപ്താഹം ചെയ്തു, നിത്യം ഭാഗവതം വായിച്ചു, രുക്മിണി സ്വയംവരം ചെയ്തു അല്ലെ, നാമം ജപിച്ചു. ഇതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെയാ സേവനങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്? ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, എല്ലാവരും പഠിച്ച് പറയുക അല്ലെ. എല്ലാവർക്കും സാധിക്കും. ഭഗവാനെ കുറിച്ച് നിത്യം പഠിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. പിന്നെ ഭഗവാന്റെ നാമം ജപിക്കുക അല്ലെ. പിന്നെ ദേവന്മാര് പോലും കലിയുഗത്തിൽ ജനിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഈ നമ്മുടെ മനുഷ്യ ജന്മം വളരെ ദുർലഭമാണ്. അത് നമുക്ക് അറിയണില്ല. നമ്മളെ പോലുള്ളവർ ഈ മായയിൽ പെട്ടിരിക്കുന്ന കാരണം ഇതിന്റെ പ്രാധാന്യം അറിയില്ല. നമുക്ക് ഈ കിട്ടിയത് എത്ര ഭാഗ്യമാണ്. ഇത് ഒരുപാട് കാലം നമ്മള് പിതൃലോകത്തിൽ തപസ് ചെയ്തിട്ടുള്ള ഒരു അച്ഛനമ്മയെ നമുക്ക് കിട്ടിയിരിക്കണേ അല്ലേ. ഇവിടെ എത്ര ജന്മം മലത്തിൽ കഴിഞ്ഞതും, അവിടെ കൃമിയായിട്ട് നമ്മൾ ജീവിച്ചു. എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, ജലജീവികളായിട്ട് നമ്മൾ ജീവിച്ചു. എത്ര ജന്മം മണ്ണിൽ കഴിഞ്ഞു, മണ്ണിലെ ജീവജാലം മണ്ണിരൊക്കെ ആയിട്ട് ജീവിച്ചു. എത്ര ജന്മം മരങ്ങളായി നിന്നതും, മരങ്ങളായിട്ട് എത്ര ജന്മം നിന്നു. ഇതൊക്കെയാണ് പറയണത് അല്ലേ. അങ്ങനെ ഒരുപാട്. പിന്നെ ഒരുപാട് അരിച്ചു നടന്നു. എത്ര ജന്മം അരിച്ചു നടന്നതും, പാമ്പായിട്ട് അല്ലെ, തേരട്ടയായിട്ട് പഴുതാരിയായിട്ടൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട്. പിന്നെ എത്ര ജന്മം മൃഗങ്ങളായിട്ട് പശുക്കളായിട്ട് പക്ഷികളായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ പണിപ്പെട്ടിട്ടാണ് ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ വന്നു പെട്ടത്. ഈ ജന്മം കിട്ടിയത്, ഇത് കിട്ടിയിട്ട് നമ്മൾ അതിനൊരു വേസ്റ്റ് ആക്കുകയാണെന്ന് പറയുന്നത്. അതാണ് 10 മാസം വയറ്റിലും കഴിഞ്ഞു, ഇത് വന്നു പെട്ടു. ഒരുപാട് ജന്മങ്ങൾ. അത് ഭഗവത്ഗീതയിൽ പറഞ്ഞ 84 ലക്ഷം തരം ജീവി വർഗങ്ങളിലൂടെയാണ് നമ്മൾ പരിണമിച്ച് ഭാഗ്യം ഉദിക്കുമ്പോഴാണ് എന്താണ് ഒരു മനുഷ്യജന്മം കിട്ടണത്. ഇനി മനുഷ്യജന്മം കിട്ടിയിട്ടോ അത് 10 മാസം നമ്മുടെ വയറ്റിലും പോയി. 12 വർഷം തുളസിക്കുട്ടിയുടെയൊക്കെ പ്രായമാവണം. അവര് 10 വയസ്സ്. ഒരു 12 വർഷം പറഞ്ഞാൽ ഉണ്ണിയായിട്ട് നമ്മൾ വിട്ടു കളഞ്ഞു. അപ്പോഴും അവർ ജപിക്കണില്ല. പിന്നെ നമ്മൾ തന്നെത്താൻ അഭിമാനിച്ച് നടന്നു. പിന്നെ ജോലിയൊക്കെ ആയി, കല്യാണമൊക്കെ കഴിച്ച് ഞാൻ ആരൊക്കെയാണെന്നുള്ള നമ്മുടെ വിചാരങ്ങൾ അങ്ങനല്ലേ. വലിയ ബിസിനസ്മാനൊക്കെ എന്തൊക്കെയോ ആൾക്കാരെ കാണിക്കാനായിട്ട് നമ്മൾ കുറെ തന്നെത്താൻ അഭിമാനിച്ച് നടന്നു. ഇതൊക്കെ കഴിഞ്ഞ് എത്ര കാലം ഇരിക്കും ഇനി എന്നുള്ളത് പ്രഭുവിനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. പ്രഭു ചിരിക്കണ, പ്രഭു ബിസിനസ്മാനാണ്. അത് തന്നെ അങ്ങനെ എല്ലാവരും നമ്മളെല്ലാവരും ഓരോ വിചാരമൊക്കെ ഉണ്ട് എല്ലാവർക്കും. എനിക്കും ഉണ്ട് വിചാരം, എല്ലാവർക്കും ഉണ്ട് വിചാരം അല്ലെ. കുറച്ച് കുറഞ്ഞു എന്ന് മാത്രം ഭക്തിയിലൊക്കെ വന്നപ്പോ, എന്നാലും ഉണ്ട് കുറേശ്ശെ. അങ്ങനെ നമ്മൾ അങ്ങനെ ഓരോ രീതിയിലൊക്കെ അഭിമാനിച്ച് നടക്കുമ്പോഴേക്കും അത്രയും സമയം പോയി. ജീവിതം നീർപ്പോള പോലെയാണ് നമ്മുടെ ജീവിതം. എപ്പം മരിക്കുന്ന എപ്പോൾ ജനിക്കുന്ന ഒരു പിടുത്തമില്ലാത്ത ജീവിതം. അത്രമാത്രം ഇരിക്കുന്ന നേരത്ത് അല്ലെ കീർത്തിച്ചിടുക നല്ല തിരുനാമം അല്ലെ. തിരുനാമത്തിനെ കീർത്തിക്കണം എന്നാ പറയണത്. പിന്നെ കുറെ പേര് സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ചു അല്ലെ. കുറെ പേര് അങ്ങനെ നടക്കുന്നു. കുറെ പേര് മത്സരം കൊണ്ട്. പിന്നെ കുറെ പേര് സ്ത്രീകളുടെ പിന്നാലെ നടക്കണം. പിന്നെ ചില പേര് അമ്മേനെ അച്ഛനെയും ഭാര്യേനെയും നോക്കാണ്ട് നടക്കണം അല്ലെ. ചിലര് ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് ഞാൻ ബ്രഹ്മാവനേക്കാളും മീതിയാണ് പറഞ്ഞ് നടക്കണ ബ്രാഹ്മണരുണ്ട്. അപ്പോ ചിലര് ബിസിനസ്സുകാരെ എന്താണ് പണം ഉണ്ടാക്കി 10 കിട്ടിയാൽ 100 കിട്ടണമെന്ന്. നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെ തന്നെയാ കേട്ടോ. പ്രഭുവിന്റെ മാത്രമല്ല, 100 കിട്ടിയാൽ പോരെ 1000 കിട്ടണം തന്നെയാണ്. 1000 അല്ലെ. നമ്മുടെ ഒറിജിനൽ അവസ്ഥ പൊളിച്ച് കാണിച്ചു തരാണ് പോകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത് അല്ലെ. എന്റെ ഉള്ളിലാണ് 1000 കിട്ടിയ ഒരു 10000 കിട്ടിയ പൊളിക്കില്ലല്ലോ. അത് വാങ്ങിക്കുക ചെയ്യാ. അപ്പൊ അത് കിട്ടണം തന്നെ ആഗ്രഹം. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലോ സജ്ജനങ്ങൾ ചെന്ന് ചോദിച്ചാൽ ഒരു പൈസയും കൊടുക്കൂല. പിശുക്കി എടുത്ത് വെക്കുന്ന പറയണത് അല്ലെ. ആയുസാണെങ്കിലേ ഒടുങ്ങണു അല്ലെ. നമ്മള് വിചാരിക്കണം ഓണം വന്നു, അടുത്ത തിരുവാതിര അല്ലെ, അത് കഴിഞ്ഞാൽ വിഷു, അത് കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് കുട്ടി ഉണ്ടാവണം, ഇനി കുട്ടിക്ക് ചോറ് കൊടുക്കണം, അത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് കുട്ടി ഉണ്ടാവണം. നമുക്ക് മരിക്കണമെന്നേ ആഗ്രഹമില്ല. ആ കുട്ടിയുടെ പേരക്കുട്ടി ഉണ്ടായിട്ട് അതിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കണമെന്ന് പറയണത്. കണ്ടോ അല്ലെ. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ചത്തു പോകുന്നു പാവം ശിവ ഇങ്ങനെയൊക്കെ. എന്തൊരു രസം ശരിക്കും നമ്മളെ അല്ലെ. വടിയെടുത്ത് സംസാരിക്കുന്ന പോലെയാണ് പൂന്താനം സംസാരിക്കുന്നത് അല്ലെ. എങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കും ചത്ത പോകുന്നു അല്ലെ. നമ്മളിന്നലെ ഉണ്ണി ഉണ്ടാവണം, ഇനി കുംഭമാസത്തിലെ നമ്മുടെ പിറന്നാളാണ്, അത് കഴിക്കണം, പിറന്നാൾ കഴിക്കണം, അത് കഴിഞ്ഞ് മക്കൾ ഉണ്ടാവണം, മക്കൾക്ക് അല്ലെ. എങ്ങനെയൊക്കെ ഓരോരുത്തരും പലരും പറഞ്ഞ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് സത്സംഗത്തിൽ വരുള്ളൂ എന്ന്. കല്യാണം കഴിഞ്ഞെങ്കിൽ എന്ത് ചെയ്യും അല്ലെ. അങ്ങനെയൊന്നും ഒരു കാര്യം എടുക്കരുത്. 5 വയസ്സിലാണ് ധ്രുവ മഹാരാജ ഭക്തപ്രഹ്ലാദൊക്കെ ഭക്തരായത് അല്ലെ. അതെ, അതാണ് ധ്രുവ മഹാരാജ പറയണത്. കൗമാരെ ആചാര്യ പ്രഹ്ലാദ് മഹാരാജ് അല്ലെ. എപ്പോ അത് കിട്ടിയോ അപ്പൊ വരിക.
നിങ്ങൾ നാളെ മറ്റന്നാൾ പറഞ്ഞിരിക്കും, പെട്ടെന്ന് മരിക്കാനൊരു നിമിഷം മതി. ഇതൊക്കെ നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് ശ്വാസം പോകാനൊരു സമയം വേണ്ട. അതുകൊണ്ട് എപ്പോഴാണോ കൃഷ്ണൻ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് കിട്ടി, എല്ലാവർക്കും ഓരോരോ ഏജിലാണ് കിട്ടിയത്. ചിലർക്ക് ചെറുപ്പത്തിൽ കിട്ടി, നമുക്കൊക്കെ ഓരോരോ ഏജിൽ, എനിക്ക് 25 വയസ്സിലാണ് കിട്ടി. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വയസ്സിൽ കിട്ടിയ ഉടനെ മുറുക്കെ പിടിക്കുക. കഴിഞ്ഞൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പോയി. കിട്ടിയ ദിവസം ഇനി പിന്നെ നമ്മൾ അവിടെ കണ്ടീഷൻ വെക്കരുത്, ഇനി എന്റെ കുട്ടികളുടെ കല്യാണം കഴിയട്ടെ, എന്റെ ജോലി പ്രൊമോഷൻ കിട്ടട്ടെ എന്നൊക്കെ വെച്ചിരുന്ന അതൊക്കെ കഴിഞ്ഞ് ആലോചിച്ച് വരുമ്പോഴേക്കും നമ്മൾ ഒരു ദിവസം മരിച്ചു പോവും. എത്ര ഉദാഹരണം അരവിന്ദ് പ്രഭുവിനുള്ളത് അറിയാം. ആളെ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കും, വിളിച്ച ആൾ വന്നില്ല, അവസാനം ആൾക്ക് രോഗമായി പറയുന്നത് നിങ്ങളുടെ സത്സംഗത്തിന് എന്തെങ്കിലും സഹായം കിട്ടുമെന്ന്. രോഗത്തിനെ ചികിത്സിക്കാൻ, ആളുടെ പേരൊന്നും പറയില്ല, ക്യാൻസർ എന്തോ വന്നു ആൾക്ക്, പറയാണ് നിങ്ങളുടെ സത്സംഗത്തിൽ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ പിരിച്ചു തരുമെന്ന്. അപ്പൊ അരവിന്ദ് പ്രഭു പറഞ്ഞേ, നിങ്ങളോട് ആയ കാലത്ത് വരാൻ പറയണ ഭഗവാന്റെ ഭക്തി, കാരണം പൈസയാണ് ആവശ്യമുള്ളൂ, ഭഗവാൻ അപ്പോഴും വേണ്ട അല്ലെ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ ലോകത്തുള്ളത്, അതാ പറയണത്. അപ്പൊ നമ്മളെന്തായാലും അങ്ങനെയല്ല, എല്ലാവരും ഭക്തരാണ് കേട്ടോ. നമ്മൾ എന്തെന്തായാലും ഇതിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ, ജപമാലയും കഴുത്തിലിട്ട് തിലകം ഇട്ടിട്ട് ഭക്തന്മാരുടെ പിന്നാലെ വരുന്നവരൊക്കെ നല്ല ആളുകൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. എന്നാലും നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ്സിനും കൂടിയും പ്രൂന്താനം പുറത്താക്കുകയാണ് ഈ പൈസയുടെ ആഗ്രഹമൊക്കെ. അർത്ഥം പുരുഷാർത്ഥം ഉണ്ടല്ലോ എന്ന് പറയണത്. പിന്നെയോ മിത്രങ്ങൾ വിഷ്ണു ഭക്തന്മാരില്ലേ, ഇനി ബന്ധുക്കൾ ഇസ്കോണിൽ വന്നില്ലേ വിഷമിക്കണ്ട. പലരും നമ്മുടെ ഭക്തവരായിരിക്കില്ല, നമ്മുടെ ബന്ധുക്കൾ ആരും ഭക്തരായിരിക്കില്ല. അപ്പൊ എന്താ പറയണ, വിഷ്ണു ഭക്തന്മാരില്ലേ മിത്രങ്ങളായിട്ട്. എന്താണ് ഇവിടെ പൂന്താനം തമ്പി, അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല അല്ലെ. ഒരുപാട് ജീവിതത്തിന്റെ അനുഭവങ്ങളും ഭക്തിയും അതിൽ അനുഭവിച്ചിട്ട് അവസാനം എഴുതിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ അനുഭവിച്ച കഷ്ടപ്പാടാണ് ആ ഉണ്ണി മരിച്ചതും അല്ലെ. ജീവിതത്തിൽ ഇത്രയേ ഉള്ളൂ, ജനിക്കാനും മരിക്കാനൊക്കെ നിമിഷം വേണ്ട. നമ്മൾ ആൺകുട്ടികളുണ്ട് പണ്ട് അഹങ്കരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ, പെൺകുട്ടികളുണ്ട്, ഒന്നും അഹങ്കരിച്ചിട്ട് കാലിൽ എന്നാ ജീവൻ എടുക്കുക ഭഗവാൻ അറിയില്ല. അതാണ് അദ്ദേഹം അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ കുട്ടി മരിച്ച് കണ്ടിട്ടാണ് ആ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അനുഭവിച്ചിട്ടാണ് ഇത് എഴുതിയിരിക്കണത്. അപ്പൊ അദ്ദേഹം എന്താന്ന് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാം വിട്ടിട്ട് എന്നുവെച്ചാൽ മീൻസ് ഭൗതിക കാര്യങ്ങളെല്ലാം വിടണം എന്നല്ല ഉദ്ദേശിച്ചത്. പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനം ഭഗവാനും സജ്ജനങ്ങൾക്കും സത്സംഗത്തിനും കൊടുക്കണം അല്ലെ. ആ സമയം നമ്മൾ ഓരോന്ന് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യരുത്. ബന്ധുക്കളൊക്കെ വരെ നമ്മൾ കാത്തിരുന്നാൽ നമുക്ക് വയസ്സായി പോവും, നമ്മൾ മരിക്കാറാവും. കാരണം അവർക്ക് അതിനുള്ള യോഗം ആവണ്ടേ. ഓരോരുത്തർക്കും അവനവന്റെ പൂർവ്വജന്മ കർമ്മം അനുസരിച്ചാണ് ഭക്തിയിൽ വരാനുള്ള സമയമാവുള്ളൂ. ഈ വ്യാഴം നമുക്ക് തെളിയണം. നമ്മുടെ ജീവിതത്തിൽ വ്യാഴം തെളിയുമ്പോഴാണ് സജ്ജനങ്ങളുടെ കൂട്ട് കിട്ടുള്ളൂ. ഭഗവാൻ ഗുരുവായൂരപ്പനെ കിട്ടണമെങ്കിൽ വ്യാഴം തെളിയണം. അത് ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ഒരേ സമയം തെളിയില്ല. ഒരാൾക്ക് തെളിഞ്ഞ് അവർക്ക് ചിലപ്പോൾ 20 വർഷം കണ്ട് തെളിഞ്ഞാൽ അവർ 20 വർഷം വെയിറ്റ് ചെയ്യരുത്. നമ്മൾ വരിക അല്ലെ, നമ്മൾ വരണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോവും. അതാണ് ശ്രദ്ധിക്കണം. പിന്നെന്താ പറയുന്നത്, ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം എന്നാ പറയണത്. പിന്നെ കാണുന്ന ഇനി അടുത്ത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് അല്ലെ. ശക്തി കൂടാതെ ഒന്നിനും ആസക്തി ഇല്ലാതെ, അതാണ് ശക്തി കൂടാതെ തിരുനാമങ്ങൾ ജപിക്കുക, ഭക്തി പൂണ്ട് ജപിക്കുക. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൈകൂപ്പി തൊഴണം. ഹരേ കൃഷ്ണ എന്ന് പറയാം, ഒരു മടി കൂടാതെ. ആരെ കണ്ടാലും നമസ്കരിക്കാനും നാമം ജപിക്കാനും നമുക്ക് ഒരു മടിയും വേണ്ട. സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ വീണ് നമസ്കരിക്കുക, ഒരു ലജ്ജയും നമുക്കൊരു ഭാവം അല്ലെ. ഞാനിപ്പോ അവന്റെ കാലം ഞാൻ നമസ്കരിക്കാൻ എന്റെ സ്ഥാനമൊക്കെ അങ്ങോട്ട് താന്നു പോവോ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല അല്ലെ. അതായത് നാണം കൂടാതെ, നമ്മൾ ലജ്ജ കൂടാതെ വീണ് നമസ്കരിക്കാനാ പറയണത് സജ്ജനങ്ങളെ കാണുമ്പോ. പിന്നെ എന്താ പറയണത്, പിന്നെ മത്തനെ പോലെ നൃത്തം ചെയ്ത് നാമം ജപിക്കണം എന്ന് പറയണത്. ഏത് ദിക്കിലാണെങ്കിലും ഏത് സമയത്തും അത് നോക്കൂ. അത് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതാണ്, പൂന്താനം കോട്ട് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇതിനൊരു സമയം, നാംനാമകാരി ബഹുദ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപാ ഭഗവൻ മമാമി ദുർദൈവമീദൃശമിഹാജനിനാനുരാഗ. അതായത് ഈ നാമം ചെല്ലാൻ രണ്ടുപേരും എല്ലാ ഭക്തരും ഒന്ന് തന്നെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെ. ഈ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നോക്കൂ, പൂന്താനം നമ്പൂതിരി അല്ലെ. അദ്ദേഹം 500 വർഷം മുമ്പ് ജനിച്ച ചൈതന്യ മഹാപ്രഭു 400 വർഷം മുമ്പാണ് പൂന്താനം നമ്പൂരി അല്ലെ. ഇവര് പറഞ്ഞു വെച്ച ഒരേ കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ നാമം ജപിക്കാനായിട്ട് ഓരോ നിയമങ്ങളും ഇല്ല. ഏത് സമയത്ത് ഏത് കാലത്തും അത് നമുക്ക് ശരീരത്തിന് സുഖമില്ല, കുളിച്ചില്ല അല്ലെ, അത് പീരീഡ്സ് ആണ്, അത് കുഴപ്പമില്ല. ആരെങ്കിലും ബന്ധുജനങ്ങൾ മരിച്ചു, പുലയാണ്, അതൊന്നും നമുക്ക് കുഴപ്പമില്ല. രാത്രി 12 മണിക്ക് ജപിക്കാൻ തോന്നിയാലും കുഴപ്പമില്ല അല്ലെ. തെക്കോട്ടിരുന്ന് ജപിച്ചാലും വടക്കോട്ടിരുന്ന് ജപിച്ചാലും കുഴപ്പമില്ല. ഒരു നിയമങ്ങളില്ലാത്ത ഒരേ ഒരു സാധനമാണ് എന്ത്, ഹരിനാമ ജപം. അത് മത്തനെ പോലെ നൃത്തം ചെയ്തുകൊണ്ട് നാമം ജപിക്കാനാ പറയണത്, ശക്തി കൂടാതെ. അത് എങ്ങനെ ജപിക്കണം, മറ്റൊരാൾക്ക് വേണ്ടിയാണെങ്കിലും പ്ലീസ് ജപിക്കോ. നോക്കൂ, അത് നിത്യാനന്ദ പ്രഭുവിന്റെ സ്വഭാവമാണ്. ഇപ്പൊ നമ്മുടെ പൂന്താനം നമ്പൂരി കാണിച്ച് നിത്യാനന്ദ പ്രഭു എന്താ ഓരോ വീട്ടിൽ പോയിട്ട് ഓരോ വീടുകളിലും നിത്യാനന്ദ പ്രഭു പോയിട്ട് വീണ് നമസ്കരിച്ചിട്ട് പ്ലീസ് ദയവായി നിങ്ങൾ ജപിക്കൂ.
ഇദ്ദേഹം എന്താ പറയണത് നോക്കൂ, നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയെങ്കിലും കൃഷ്ണ എന്ന് ജപിക്കോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. എന്തിനാ അവർ നമ്മളോട് ഇങ്ങനെ താണ് വണങ്ങി പറഞ്ഞു വെച്ചാൽ അവര് സത്യം കണ്ടു അല്ലേ. അവരിവിടെ അവിടെ നിന്ന് പോയില്ലേ, ഞങ്ങൾ അവിടെ നമ്മൾ കണ്ടില്ലേ, അവിടെ നിന്ന് നേരിട്ട് വൈകുണ്ഠത്ത് പോയ സ്ഥലമാണ് പൂന്താനം തമ്പുരാൻ. അവർക്ക് സത്യം മനസ്സിലായത് കൊണ്ടാണ് അവർ നമ്മളോട് താന്ന് വരിക. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ആൾക്കാരുടെ അടുത്ത് ഈ മഹാഭക്തന്മാർ താന്ന് പറയാ, ഒന്ന് ജപിക്കൂ പ്ലീസ്. അവർക്ക് എന്തോ പൈസ കിട്ടാൻ പറയണ പോലെ നമുക്ക് തോന്നുന്നു, അല്ല അല്ലേ. അവർക്ക് സത്യം കണ്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവര് ഭക്തന്മാർ പറഞ്ഞാൽ മഹാകരുണയുള്ളവരാണ് അല്ലേ. ഈ ഓരോ ജനങ്ങൾ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ദൈവം ഇവരെന്തൊക്കെയാ ചെയ്തിട്ട് കഷ്ടപ്പെടുക, ഇവർ വെറുതെ വേദനിക്കാൻ പോവാണ്, ഇവരിതൊക്കെ ചെയ്ത് വേദനിക്കാൻ പോവാണെന്ന് ഈ ഭക്തന്മാർക്ക് അറിയാം. ഭൗതികമായ ഒരുപാട് കാര്യങ്ങൾ കെട്ടിപ്പടുത്തിട്ട് ഇവർ എന്ത് ചെയ്യാൻ പോണ, നാളെ ഇവര് ഇതുകൊണ്ട് വേദനിക്കാൻ പോവാണെന്ന് ഭക്തന്മാർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ദയവായി നിങ്ങൾ നാമം ജപിക്കൂ അല്ലേ. എന്താണോ നമ്മൾ നല്ലതെന്ന് വിചാരിച്ചു അതന്നെ നമുക്ക് അവസാനം വേദന തന്നോണ്ടിരിക്കും. അത് മഹാഭക്തന്മാർക്ക് മനസ്സിലായി അല്ലെ. അതുകൊണ്ട് അവര് കരുണ കൊണ്ട് പറയാണ്, പ്ലീസ് ജപിക്കൂ അല്ലെ. മറ്റൊരാൾക്ക് വേണ്ടെങ്കിലും നിങ്ങൾ നാമം ജപിക്കൂ. ആമോദം പൂണ്ട് നാമം ജപിക്കാനാ പറയണ അല്ലെ. ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. അങ്ങനെ നമ്മുടെ കർമ്മം ഒടുങ്ങുമ്പോ എന്ത് സംഭവിക്കുന്ന പറയണത്, ഈ ശരീരം എവിടെയെങ്കിലും പതിച്ചോളും. നാമം ജപിച്ച് നമ്മൾ നടക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ കർമ്മഭാണ്ഡം തീരും. ആ ജപത്തിന്റെ ശക്തി കാരണം നമ്മൾ എത്രയോ ജന്മങ്ങളായിട്ട് കൊണ്ടുവന്ന കർമ്മഭാണ്ഡം തീരുമ്പോൾ നമ്മുടെ ശരീരം എവിടെങ്കിലും പതിച്ചോട്ടെ. ഈ ശരീരം നമ്മുടെ സ്വന്തമൊന്നും അല്ല അല്ലെ, ഇത് എവിടെങ്കിലും പതിച്ചോട്ടെ. പക്ഷെ ഉള്ളിലെ ജീവാത്മാവ് ആ ഏറ്റവും ആഗ്രഹിക്കുന്ന കൃഷ്ണ ഭഗവാനെ കണ്ടിട്ടില്ലേ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന പറയണേ, ജീവാത്മാവ് പരമാത്മാവിന്റെ അടുത്തേക്ക് അല്ലെ. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിനെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മത്തനെ പോലെ നൃത്തം ചെയ്ത് നാമം ജപിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 5 മിനിറ്റ് ഞാനൊരു നാമം ജപിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് പ്രഭുവിന് കൊടുക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാല ജപിക്കും. ഹരേ കൃഷ്ണ ഒരു 5 മിനിറ്റ് എല്ലാവർക്കും പറ്റുന്ന രീതി എല്ലാവരും ഏറ്റു പാടണം കേട്ടോ. പാടിയിട്ട് ഏറ്റുപാടിയാൽ മതി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഉറക്കെ പാടാം, ശബ്ദം ഉറക്കെ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ട്യൂൺ എല്ലാവർക്കും കിട്ടിയില്ലേ? സിമ്പിൾ ട്യൂൺ അല്ലേ? സങ്കടം വരുമ്പോ ഗുരുവായൂരപ്പന്റെ മുന്നിൽ നിന്ന് ഇതങ്ങോട്ട് പാട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ജപിക്കുമ്പോ ചിലപ്പോ നമുക്ക് ടേസ്റ്റ് തോന്നില്ല, പക്ഷെ കീർത്തനാകുമ്പോ രസം തോന്നും. ഒരു ട്യൂണും കൂടെ പണ്ട് നിർത്തും. ഞാനിപ്പോ നിർത്തേ. ഒരു എളുപ്പത്തിലുള്ളതാണ് പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് സങ്കടം വരുമ്പോ അല്ല പാടുന്നത്, കൃഷ്ണനോട് പ്രേമം വരുമ്പോഴാണ് ഈ ട്യൂണ് പാടുന്നത്. കൃഷ്ണന്റെ ചെവി വരെ നീണ്ട കണ്ണുകളും അല്ലെ, വില്ലുപ്പഴം പോലെ ചുവന്ന ചുണ്ടും ആ ഉയർന്ന മൂക്കും ആ നീല കളർന്ന ആ ശ്യാമസുന്ദര ദേഹം കണ്ട് പ്രേമം വരുന്നവരാണ് ഈ ട്യൂണ് പാടുന്നത്. മറ്റേത് സങ്കടത്തിന്റെ ട്യൂണാ പറഞ്ഞത് നമ്മൾ മുമ്പ് പാടിയത്. ഇപ്പൊ എന്താണ്? പ്രേമത്തിന്റെ അല്ലേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. വൃന്ദാവനത്തിന്റെ മണ്ണില് ഗോപന്മാരൊപ്പം ഒരു ശ്രേഷ്ഠ നർത്തകനെ പോലെ ഓടക്കുലൂതി ഒരു 16 വയസ്സുള്ള ഒരു ചുള്ളൻ കൃഷ്ണൻ എങ്ങനെ വരും. അതിന്റെ പിന്നെ അവൻ നടത്തം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആന നടക്കണ പോലെ, മതയാനം നടക്കണ പോലെ ഇങ്ങനെ നടക്കും. അതിന്റെ പിന്നാലെ ഗോപന്മാര് വരും. ഈ ഗോപിമാരൊക്കെ ഇങ്ങനെ നോക്കണം, ഭംഗി ഇങ്ങനെ നോക്കിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് പറ്റിയ കീർത്തനാണ് ഇതിൽ. അവന്റെ ആ സൗന്ദര്യം, നടത്തം ഭയങ്കര സ്ലോയില് ചന്തമായിട്ട് നടക്കുക കാണുന്നുണ്ടാ. ചന്തമായിട്ട് ഓടക്കോലും വിളിച്ച് ഇടക്കണ്ണിട്ട് ഗോപിമാരെ നോക്കണ്ടാവും കേട്ടോ.
ഗോപിമാർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ഇവനെ ഒരു നോക്ക് കാണാൻ നോക്കുമ്പോൾ ഭഗവാൻ ഇടക്കണ്ണുകൊണ്ട് ഓരോ ഗോപിമാരെ ഇങ്ങനെ അല്ലെ ഒളിക്കണ്ടിട്ട് നോക്കി വരുമ്പോ അല്ലെ എല്ലാവരും ഇങ്ങനെ കീർത്തിച്ച് പോണ ആ ഒരു രംഗം മനസ്സിൽ വിചാരിച്ചിട്ട് ഈ കീർത്തനം ചെല്ലുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. പ്രഭു നിർത്തി പോവാൻ പറഞ്ഞു, അതുകൊണ്ട് നിർത്താൻ പോണേ. ഹരേ കൃഷ്ണ ഹരി പോൾ വെറുതെ പറഞ്ഞു കേട്ടോ പ്രഭു, തമാശക്ക്. എല്ലാവർക്കും സമയമായി കേട്ടോ, അപ്പൊ എല്ലാവരും നിർത്തുകയാണ്. ഹരേ കൃഷ്ണ. അല്ല നമുക്ക് സമയം, അടുത്ത പ്രോഗ്രാമിലെ ടൈമായി. ഹരേ കൃഷ്ണ. ആ പ്രഭുവിന്റെ കീർത്തനെ പാടും ഇനി. പ്രഭു പാടും. ഹരേ കൃഷ്ണ. ഇവിടെ നല്ല പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. കീർത്തനക്ക് രസം അടിച്ചു വരും അല്ലേ. ഹരേ കൃഷ്ണ. ഹരേ തുളസി മംഗളൂർ